കർത്താവിൻ്റെ വിലയേറിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെ 14-ാമത്തെ പകലിൽ ദൈവം നമ്മെ ഈ വിശുദ്ധ പകൽക്കാലം ആരാധനയുള്ള ബന്ധത്തിൽ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കരുണയും സ്നേഹത്തിനെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ലവനാണ്. ഈ പകലും നമ്മോട് ഒരുമിച്ച് കർത്താവ് ആമേൻ ഒരുമിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന കൃപകളെ ഓർത്ത് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ ലോഡ്സനെ ആമേൻ സ്റ്റിക്കെല്ലാം മാറ്റി ആമേൻ ഇന്ന് തന്നെ ആമേൻ തുള്ളിച്ചാടി ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. കർത്താവിൻ്റെ കരം നീട്ടിയല്ലോ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടല്ലോ. എല്ലാറ്റിനും നന്ദി പറയുന്നു. അടുത്ത ആഴ്ച നമ്മുടെ ഉപവാസം തീരുകയാണ്. എറണാകുളത്ത് നമുക്ക് സഭായോഗം ഉണ്ടാവില്ല. ഇവിടെ വെച്ചായിരിക്കും സഭായോഗം നടക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ആഹാരം ക്രമീകരണങ്ങൾ അടുത്ത ആഴ്ച നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് മുകളിൽ വെച്ച് അടുത്ത ഞായറാഴ്ച നിങ്ങൾക്കെല്ലാവർക്കും ആരും നിങ്ങൾ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി സമയം കളയണ്ട. ആരാധന ആമേൻ ഒരല്പം വ്യത്യാസം 10 മണിക്ക് 9:30 എന്നുള്ളത് 10 മണിക്കായിരിക്കും നമ്മുടെ സർവീസ് നടക്കുന്ന. കാരണം എറണാകുളത്തു നിന്നുള്ളവർക്കുമൊക്കെ വന്നു ചേരേണ്ടതായിട്ടുള്ളത് കൊണ്ട് 10 മണിക്കായിരിക്കും നമ്മുടെ സർവീസ്. സൺഡേ സ്കൂളില്ലല്ലോ. 10 മണിയാകുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും സഭായോഗത്തിൽ കടന്നു വരികയും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഉപവസിപ്പാനൊക്കെ ദൈവം കൃപ കൊടുത്തു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവം അവരെ വഹിച്ചു. വീണ്ടും ദൈവം ശക്തീകരിക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അവൻ വേഗത്തിൽ ഒരു കുരുവാക്യം നമുക്ക് വായിക്കാം. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആമേൻ. ഒന്ന് വായിക്കുമോനെ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കപ്പെടുമാറാകട്ടെ. കർത്താവ് നമുക്ക് തന്ന നല്ല വചനത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അവൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾക്കെല്ലാം കാണാതെ അറിയാവുന്ന നമ്മൾ കൂടെ നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ വിളിച്ചു പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വേദവാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്നാൽ ആമേൻ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കപ്പെടുമാറാകട്ടെ. ആമേൻ. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി നല്ലൊരാമേൻ എന്ന് പറഞ്ഞേ. യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അതെ, ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ദൈവദാസന്മാർ നമ്മൾ ഓൽപ്പിച്ചു. റോമാലേഖനം എന്ന് പറയുന്നത് റോമിലെ സഭയ്ക്ക് പരിശുദ്ധാത്മ നിയോഗത്തിൽ പൗലോസ് എഴുതുമ്പോൾ റോമസഭ നേരിട്ടതായ കഷ്ടതകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ആമൻ വളരെ വ്യക്തമായിട്ട് ആമൻ ആ ലേഖനങ്ങളിലൂടെ എടുത്തു പറയുന്നുണ്ട്. വളരെ കുഴപ്പത്തിൽ നിന്ന് ഒരു ദൈവസഭയെ ബലപ്പെടുത്തേണ്ടതിന് റോമാസഭയെ ശക്തീകരിക്കേണ്ടതിന് പൗലോസ് ആ ലേഖനം എഴുതി. ആമൻ. റോമാസഭ എന്ന് പറയുന്നത് ആമൻ സ്തോത്രം കെട്ടുറപ്പുള്ള സഭയാണ്. പെന്തക്കോസ്ത് ദിവസത്തെ ആത്മാവിൻ്റെ പ്രചോദനത്തിൽ, ആത്മാവിൻ്റെ നിയോഗത്തിൽ, ആത്മാവിൻ്റെ പകർച്ചയിൽ ആരംഭിക്കപ്പെട്ട ഒരു സഭയുടെ ബ്രാഞ്ചാണ് ഏത്? റോമാസഭ എന്ന് പറയുന്നത്. റോമാസഭയിലുള്ളവരാരും ചെറിയവരല്ല. ആമൻ. അക്കില്ലാവ് പ്രിസ്കില്ല പോലെയുള്ള ശക്തന്മാരായ ആളുകൾ റോമസഭയിലുണ്ട്. പൗലോസ് ആമൻ പോകാൻ ആഗ്രഹിച്ചതും പിൽക്കാലത്ത് പ്രതിസന്ധിയുടെ നടുവിൽ സാത്താൻ തടുത്തിട്ടും പലതവണ ആമൻ യാത്രകൾ മുടക്കിയിട്ടും തമ്പുരാൻ എത്തിച്ചു. അവിടെ ചെന്ന് അവരെ കണ്ട് സന്തോഷിപ്പാനിടയായി. റോമസഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവരെ കുറിച്ചുള്ള ന്യായ പ്രമാണത്തെക്കുറിച്ച് നിത്യ ന്യായവിധിയെക്കുറിച്ചുമൊക്കെ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ പൗലോസ് പല ലേഖനങ്ങളിൽ പല കാര്യങ്ങൾ വിവരിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. അതാണ് യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അത് ഏത് സാഹചര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. നീറോയുടെ കാലത്ത് ആമൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ആമൻ രക്തസാക്ഷി മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൈവജനത്തോട്
നീറോയാണ് ദൈവമെന്നും നീറോയല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും പറയണമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴോ ആമേൻ, രക്ഷിക്കപ്പെട്ട ദൈവജനം ചങ്കുറപ്പോടെ തെല്ലും ഭയം ലേശമില്ലാതെ അവര് പറയും, നീറോയല്ല ദൈവം, സർവശക്തനായ ദൈവമാണ് യഥാർത്ഥ ദൈവം. അപ്പൊ യേശുവിനെ കർത്താവെന്ന് വാഗുണ്ടേറ്റ് പറയുന്നു. നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത്. നല്ലൊരു സ്തോത്രം പറയാൻ പറ്റുമോ? രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഏകദേശം 99% ആളുകളും രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവരാണ്, രക്ഷയുടെ ആനന്ദം അനുഭവിച്ചവരാണ്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. കരമുയർത്തി ഒന്നുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ക്ലിന്റൺ എന്തോ എന്നെ കാണിക്കുന്നുണ്ട്. എന്താ മുടി കഷണ്ടി കാണുന്നെന്നോ? സ്തോത്രം. ഓക്കെ, പ്രൈസ് ദൈവം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അതെല്ലാം പോയടാ. ഈ ഉപവാസമല്ലേ, അപ്പോൾ ഉപവസിക്കുമ്പോൾ അനുസരിച്ച് അത് പോയിക്കൊണ്ടിരിക്കും. കുഴപ്പമില്ല. ഓക്കെ, സ്തോത്രം. നിറുകെ കാണുന്നെന്നാണ് പിള്ളേർ പറയുന്നത്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്ത് സ്നേഹമുള്ള പിള്ളേരാന്ന് നോക്കിക്കേ. അത് മറച്ചിടാനാ പറയുന്നത്, കാരണം അത് നാട്ടുകാർ കാണണ്ടെന്ന്. സ്തോത്രം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മോനെ. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നൊരു ദാനമാണ്, അല്ലേ? രക്ഷിക്കപ്പെട്ട ആ സന്തോഷത്തോടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ആ രക്ഷയുടെ സന്തോഷത്തോടെ. ആമേൻ, അല്ലേ? നമ്മളെല്ലാം യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റുപറയും. രക്ഷ എന്ത് ചെയ്തവരുമാ? സ്വീകരിച്ചവരുമാണ്. ഈ രക്ഷ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വാക്കെന്നാ? സാൽവേഷൻ. ഈ സാൽവേഷൻ എന്ന വാക്ക് നമ്മൾ പൊതുവെ രക്ഷ എന്ന് പറയുമെങ്കിലും ഇതൊരു ലാറ്റിൻ വേർഡാണ്, ഒരു ലാറ്റിൻ പദമാണ്. ഏത്? സാൽവേഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ്. ഏത്? ഈ സാൽവേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ഭാഗം എൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ ഇതൊന്ന് ചിന്തിച്ചു. ഇത് എന്തോ നമുക്ക് ഈ രക്ഷ കിട്ടി, രക്ഷ നമുക്ക് ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ രക്ഷ എത്രമാത്രം നമ്മൾ ആനന്ദിക്കണം, രക്ഷയിൽ എത്രമാത്രം നമ്മൾ സ്തുതിക്കണം എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാൽവേഷൻ എന്ന ഈ ലാറ്റിൻ വാക്ക് കൊടുത്തിരിക്കുന്നത് ചില ചരക്ക് കപ്പലുകൾ സമുദ്രത്തിന്റെ ആഴത്തിൽ മുങ്ങിപ്പോകും. സമുദ്രത്തിന്റെ ആഴത്തിൽ മുങ്ങിപ്പോകും. അങ്ങനെ മുങ്ങിക്കിടക്കുന്ന, ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ കപ്പലിനെ ഉയർത്താൻ വേണ്ടി ആ മഹാസമുദ്രത്തിലേക്ക് ഒരു ലിഫ്റ്റുള്ള പൊക്കിയെടുക്കുന്ന ഒരു ലിഫ്റ്റുള്ള ഒരു കപ്പൽ അവിടെ ചെല്ലും. എന്നിട്ട് ഈ ലിഫ്റ്റ് വെച്ച് കടലിന്റെ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പലിനെ പൊക്കുന്നതിന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേരാണ് സാൽവേഷൻ എന്ന വാക്ക്. ഇതാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അതിന്റെ അർത്ഥം ഒന്നുകൂടി പറയാം കേട്ടോ. എവിടെയോ താണുപോയത് ഒരു വലിയ ചരക്ക് കപ്പല്, എവിടെയോ താണുപോയത്, നഷ്ടപ്പെട്ടു പോയത്, അടിത്തട്ടി താണുപോയത് പൊക്കിയെടുക്കുന്നതിന്റെ പേരാണ് സാൽവേഷൻ എന്നാണെങ്കിൽ വേദപുസ്തകത്തിൽ ആ പദം പണ്ഡിതന്മാർ വിളിച്ചപ്പോൾ ഭയങ്കര ആശയക്കുഴപ്പമായിരുന്നു. ഒരു കൂട്ടം വേദ പഠിതാക്കൾ പറഞ്ഞു ആ പദം ഉപയോഗിക്കാൻ പാടില്ല. സാൽവേഷൻ എന്ന വാക്ക് രക്ഷയുമായി ബന്ധപ്പെടുത്തി പറയാൻ പാടില്ല, കാരണം അത് ചരക്ക് കപ്പലുകൾ പൊക്കാൻ ഉപയോഗിക്കുന്ന പേരാ. അങ്ങനെ ഭയങ്കര ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ ശക്തനായ അല്ലെങ്കിൽ അതിൽ വലിയ തിയോളജിയനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, സാൽവേഷൻ എന്ന വാക്ക് കപ്പൽ താണുപോയതിനെ പൊക്കിയെടുക്കാൻ നാം ഇവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട്, രക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? പുള്ളിയോട് ചോദിച്ചു, അതിന് നിങ്ങൾ ഒരു കാരണം പറയണോ? എന്നിട്ട് പുള്ളി പറഞ്ഞു, പാപത്തിന്റെ മഹാസമുദ്രത്തിൽ അടിത്തട്ടിൽ മുങ്ങിപ്പോയ ഒരുത്തനാ ഞാന്. എന്റെ ദൈവത്തിന്റെ കൃപയാൽ അവൻ എന്നെ അവിടുന്ന് പൊക്കിയെടുത്തു. ദൂത മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പാപത്തിന്റെ അടിത്തട്ടിൽ പോയി പ്രത്യാശ നഷ്ടപ്പെട്ട, ദൈവകൃപ നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട, ഏകാന്തത മാത്രം ജീവിതത്തിൽ കൊണ്ടു നടന്ന, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ എവിടെ തട്ടി തകരുമെന്നറിയാതെ, എവിടെ പോയി ഉടയുമെന്നറിയാതെ നഷ്ടപ്പെട്ടു പോയ നമ്മെ വലിച്ചു പൊക്കിയെടുത്ത അതിന്റെ പേരല്ലേ രക്ഷ. ഇന്ന് പകൽ പരിശുദ്ധാത്മ നിറവിൽ 14ാമത്തെ ദിവസം വിളിച്ചു പറയട്ടെ, നിന്നെ പൊക്കിയെടുത്ത് രക്ഷ തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കാൻ കഴിയുമോ? എന്താണ് രക്ഷ? നിന്നെ ആഴത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ദൈവം നിന്നെ പ്രതലമായ ഒരു സ്ഥലത്ത് നിർത്തി.
സഹോദരങ്ങളെ, ആ ആഴത്തിൽ നിന്നും നിന്നെ പൊക്കിയെടുത്ത് അവൻ എന്ന വാക്ക് ആ ദൈവഭക്തൻ തെളിയിച്ചത് എന്ത് വെച്ചാന്നറിയാമോ? സങ്കീർത്തനത്തിലെ വാക്യമാണ്. ഏതായിരുന്നു ആ വാക്യം? ആ വാക്യം ഇനിയാണ്: നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞതായ ചേറ്റിൽ നിന്ന് അവൻ എന്നെ വലിച്ചു കയറ്റി. ആ വലിച്ചു കയറ്റി എന്ന വാക്ക് ഗ്രീക്ക് വാക്കിൽ കൊടുത്തിരിക്കുന്നത് ഹെൽക്കോ എന്ന വാക്ക്. ഹെൽക്കോ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്നറിയാമോ? നിന്നെ ആകർഷിച്ചെടുത്തുന്ന അതിന്റെ അർത്ഥം. അപ്പൊ നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ ആയിരങ്ങൾ കിടന്നിട്ട് അതിന്റെ നടുവിൽ നിന്ന് നിന്നെ പേര് ചൊല്ലി നിന്റെ കുടുംബത്തെ അവൻ വലിച്ചെടുത്ത് ആകർഷിച്ചെടുത്ത ഒരു ദൈവത്തെ ഈ പകൽ കരമടിച്ചൊന്ന് ആരാധിച്ചിട്ട് പറ: ഇതുപോലൊരു ദൈവം, ഈ രക്ഷ തന്ന ദൈവം, എനിക്ക് ആനന്ദം തന്ന ദൈവം. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ എല്ലാം മുഖത്ത് ഇന്നൊരു അവൻ സന്തോഷത്തിന്റെ ദിനമാക്കി മാറ്റണം. എന്താണെന്നറിയാമോ? ഈ ദൂതന്റെ അകത്ത് കത്തിയപ്പോൾ എന്റെ നിരാശ മാറി. കാരണം രക്ഷ വെറുതെ തന്നതല്ല, രക്ഷയുടെ അകത്തൊരു സന്തോഷം ദൈവം തന്നു. രക്ഷയുടെ അകത്ത് ദൈവം തന്നു, ഒരു സന്തോഷം ദൈവം തന്നു. ആ സന്തോഷം നിങ്ങളുടെ മുഖത്തുണ്ടാവട്ടെ. ഹല്ലേലൂയ. അങ്ങനെ വലിച്ചു കയറ്റിയിട്ട് ദൈവം നമ്മെ നിർത്തിയത് സുസ്ഥിരമായ ഒരു പാറയുടെ മേലാണ്. അല്ലേ? അങ്ങനെയാണെങ്കിൽ രക്ഷ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ഓർക്കണം: അടിത്തട്ടിൽ ആഴ്ന്നു പോയത് വലിച്ചെടുത്തു, ആകർഷിച്ചെടുത്തു. ഇപ്പോൾ അവൻ എന്നെ നിർത്തിയിരിക്കുന്നത് സുസ്ഥിരമായ ഒരു പാറയുടെ മേലാണ്. നോഹപെട്ടകം പണിതത് ആമൻ മണ്ണിലിട്ടാണ്. നോഹപെട്ടകം പണിതത് ആമൻ മൺകൂനക്കകത്തിട്ടാണ്, ആമൻ മരുഭൂമിയിലിട്ടാണ്. പക്ഷെ വെള്ളവും പൊങ്ങി, കാറ്റുകൾ അടിച്ചു, പേമാരി പെയ്തു, ഉറവകൾ തുറന്നു. ആമൻ എല്ലാം ഒരുമിച്ച് സംഭവിക്കുമ്പോൾ പെട്ടകം പൊങ്ങി. ഈ പെട്ടകത്തെ ദൈവം കൊണ്ടുപോയി ഉറപ്പിച്ചത് അരാരാത്ത് പർവ്വതത്തില. വലിച്ചു കയറ്റിയ ദൈവ പൈതലെ, നിന്നെയും ദൈവം ഉറപ്പിച്ചത് ഒരു പർവ്വതത്തിന്റെ മേലാണ്, ഒരു പാറയുടെ മേലാണ്. ആ പാറ ഏതെന്ന് മനസ്സിലാക്കിയ ദൈവമക്കൾ ഉറക്കെ ഒന്ന് പറയാമോ? ആ പാറയുടെ പേര് പറയാമോ? ആ പാറയുടെ പേര് പറയാമോ? നീതിമാനായ ദൈവത്തെ കരം തട്ടി ആരാധിച്ചിട്ട് ആ പാറയുടെ പേര് പറ. ആ പാറ എത്ര? യേശു എന്ന പാറ. അവർ അനുഗമിച്ച പാറ അത് ക്രിസ്തുവായിരുന്നു. നിങ്ങളുടെ അടിസ്ഥാനം ആ പാറയുടെ മേലാണ്. ആമേൻ. സ്തോത്രം. ഞാൻ ഈ ദൂതിലേക്ക് വരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പൊ രക്ഷ തന്നു, വലിച്ചു കയറ്റി, കാലുകൾ ഉറപ്പിച്ചു. അതുകൊണ്ട് ഒരിക്കൽ പൗലോസ് പറയുന്നു, ദാവീദ് പറയുന്നു, പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, ഞാൻ കാല് ചവിട്ടി നിൽക്കുന്ന പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, അത് പോയി സമുദ്രമധ്യേ വീഴട്ടെ, എന്റെ ഹൃദയം ഭയപ്പെടില്ല, കാരണം രക്ഷ തന്ന ദൈവം എന്റെ കൂടെ ഇരുത്താൻ ശക്തൻ. ആമേൻ, 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 ആമേൻ. കരമുയർച്ച ദൈവത്തിന് സ്തോത്രം പറ. രാവിലെ എറണാകുളത്ത് കറണ്ട് ഇല്ലായിരുന്നു, ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. അവിടെ കറണ്ട് പോയി. കറണ്ട് പോയതുകൊണ്ട് മൈക്കും ഇല്ല, വെളിച്ചവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് വർഷിപ്പ് ലീഡ് ചെയ്യാനും കീബോർഡും ഇല്ല, മൈക്കും ഇല്ല, ഒന്നുമില്ല. ആമേൻ. ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഫുള്ള് ആമേൻ വെള്ളത്തിൽ നിന്ന് കയറി വന്ന പോലെ. ഇപ്പം ഇവിടെ വന്ന് കുളിച്ചിട്ടാണ് രണ്ടാമത് കയറിയേ. കാരണം അതുപോലെ വിയർത്ത് കുളിച്ച് ഒഴുകി ആമേൻ ഫുള്ള് നനഞ്ഞു. അതെല്ലാം വന്ന് മാറി ഇവിടെ വന്ന് കുളിച്ചിട്ടാ കയറിയേ. അതുകൊണ്ട് ശബ്ദത്തിനൊരു ചെറിയ അടവുണ്ട്. ദൈവജനം സ്തുതിച്ചാരാധിച്ചുകൊണ്ട് വേണം ഇന്ന് പകലിരിക്കാൻ. അപ്പൊ രക്ഷയുടെ സന്തോഷം കർത്താവ് അകത്തു തന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഇനി രക്ഷയുടെ സന്തോഷം അകത്തു തന്ന ദൈവ പൈതലെ നോക്കി പൗലോസ് പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അവനുള്ളത്തി തന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ടവരുടെ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണെന്നറിയാമോ? നമ്മുടെ അകത്തൊരു സമാധാനമുണ്ട്. ആമേൻ എന്ന് ഉറക്കി പറ. നമ്മുടെ അകത്ത് ദൈവം എന്ത് തന്നിട്ടുണ്ട്? എങ്ങനെയുള്ള സമാധാനം? സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം.
അതിന്റെ അർത്ഥം സകല ചിന്തകൾക്കും മീതെ ഒരു സമാധാനം തന്നു. സകല നെഗറ്റീവ് തോട്ടിന്റെയും മീതെ ദൈവം നിനക്കൊരു സമാധാനം തന്നു. പിശാച് പറയുന്ന നെഗറ്റീവ് തോട്ട്സിന്റെ നടുവിൽ ദൈവം നിനക്കൊരു സമാധാനം തന്നു. ഇന്നവരെ നിന്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ ആലോചനകൾക്ക് മീതെ ദൈവം നിനക്കൊരു പൂർണ്ണ സമാധാനം തന്നു. എന്താണ് സമാധാനം? അത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. നമ്മുടെ ചിന്തകളൊക്കെ മാറണം. നമ്മുടെ ചിന്ത എന്ത് ചെയ്യണം? നമ്മുടെ ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഇന്ന് പകൽ മാറണം. കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ മെസ്സേജ് ക്രിസ്തുവിൻ്റെ പാപം തന്നെ നിങ്ങളിൽ ഉണ്ടാകണമെന്നാണ്. പക്ഷെ ഇന്നത്തെ മെസ്സേജ് നമ്മളെ പൂർണ്ണ സമാധാനത്തിൽ ദൈവം കാക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്, ഈ സകല ഹൃദയങ്ങളെയും കവിയുന്ന നിലവുകളെയും കഴിയുന്ന ഈ സമാധാനം അകത്ത് വരുമ്പോൾ അരുതാത്ത ചിന്തകൾക്ക് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മൾ ചിന്തിച്ചു കൂട്ടിയതുപോലെയൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഭൂമുഖത്ത് ഒരെണ്ണം കാണുമോ? സ്വതന്ത്രം 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 സ്വതന്ത്രം. നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടിയ ചിന്തകൾക്ക് അനുസരിച്ച് തമ്പുരാൻ ചെയ്തിരുന്നെങ്കിൽ ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ അല്ലേ? കലൂരൂടി പോകുന്ന ക്യാൻസറിനെ വണ്ടി വിളിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഉരുട്ടി കയറ്റുന്നവരാണ് നമ്മൾ. മനസ്സിലായില്ലല്ലേ? വല്ലയിടത്തും കൊതുകടിച്ചൊരു ചെറിയ നുണല് വന്നാൽ അത് അവിടെ ഇട്ട് ഉരുട്ടാൻ തുടങ്ങും. ഉരുട്ടി കലൂരൂടി പോവുകയായിരിക്കും ക്യാൻസർ. അതിനെ ഫോട്ടോ ചെയ്യുന്ന ഉരുട്ടി വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റി ബയോപ്സി റിപ്പോർട്ട് വരുത്തി പിന്നെ അതിനെ അടിമയാക്കുന്ന രീതിയിലേക്ക് ഉരുട്ടിക്കയറ്റം നമ്മെ പോലെ മിടുക്കന്മാരാരുമില്ല. അതും വെറും ചിന്തയാതെയോ പൈതലേ. ഇന്ന് അതിനെ മീതെ കയറിയിട്ട് പറയണ ഒരു സമാധാനം ദൈവം എനിക്ക് തരികയാണ്. ഹല്ലേലൂയ. ഈ 13 ദിവസവും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന മെസ്സേജ് ദൈവത്തിന്റെ വചനമാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ മാറട്ടെ. അനാവശ്യ ചിന്തകൾ മാറട്ടെ. നെഗറ്റീവായ ചിന്തകൾ മാറട്ടെ. അനാവശ്യ ചിന്തകൾ ഇന്ന് പകൽ മാറട്ടെ. എന്നിട്ട് പറ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം എന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുകയാണ്. ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണെന്നറിയോ? ഈ രക്ഷയുടെ അനുഭവം പ്രാപിച്ച നിങ്ങളിലെല്ലാം ഈ തിരുവചനം അടി ഉറച്ചത് വിശ്വസിക്കുകയും അങ്ങനെ സംഭവിക്കുകയും ചെയ്യണം. ഇനി ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങൾ പറയണം, ഞാൻ രക്ഷയുടെ അനുഭവം പ്രാപിച്ചവനാണ്. എന്നെ തകർക്കാൻ ഒരു ചിന്തയ്ക്കും ഒരു ചിന്താകുലത്തിനും കഴിയത്തില്ല എന്ന് നിങ്ങൾ അടി ഉറച്ച് വിശ്വസിക്കുകയും വാഗൊണ്ടേറ്റ് പറയുകയും ചെയ്യണം. വർഷങ്ങൾക്ക് മുമ്പ് ലാറ്റിൻ അമേരിക്കയിൽ ഒരു ഭവനത്തിൽ ഒരമ്മയ്ക്ക് 5 മക്കളുണ്ടായിരുന്നു. 5 ആൺമക്കളാണ്. പിതാവ് അവര് വിട്ട് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. ആ കാലങ്ങളിൽ യുദ്ധം നേരിട്ടപ്പോ ലാറ്റിൻ അമേരിക്കയിലെ നിയമസഭയിൽ നിന്നും ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. 20 വയസ്സിന് മീതെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും ആർമിയിൽ ചേരണം, യുദ്ധം നടക്കാൻ പോകുക. അങ്ങനെ ഈ അമ്മ, അപ്പം നഷ്ടപ്പെട്ട ഈ മക്കളെ 5 പേരെ, ഇളയ മോന് 21 വയസ്സായി. അപ്പൊ 5 മക്കളെയും കൂടി ആർമിയിൽ ചേർത്തു. ഇത് കഥയല്ല, നടന്ന കാര്യമാണ്. ആർമിയിൽ ചേർത്തു. അവര് ആർമിയിൽ യുദ്ധത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടു. യുദ്ധത്തിന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് പോയി. അമ്മ തനിച്ച വീട്ടിലുള്ളൂ. ആ കാലത്ത് ടെലിഫോണില്ല, മൊബൈലില്ല, ഏതൊരു സജ്ജീകരണമില്ല. ഒരു കാര്യം അറിയാൻ ആകെ കൂടി ഉള്ളത് അവിടുത്തെ ഒരു ഇടവക പള്ളിയുണ്ട്. ആ ഇടവക പള്ളിയിൽ ഒരു ടെലിഗ്രാം ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ന്യൂസ് എല്ലാം ആ പള്ളിയിൽ ടെലിഗ്രാം വരും. പള്ളിയിലെ പാതിരി പുരോഹിതനാ പോയി വീട്ടുകാരോട് പറയുന്നത്. ഈ കുഞ്ഞുങ്ങൾ യുദ്ധക്കളത്തിൽ പോയി കുറെ ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അമ്മ പുറത്ത് നിൽക്കുമ്പോൾ പള്ളിയിലെ അച്ഛൻ കടന്നു വരികയാണ്. അച്ഛന്റെ വരവ് കണ്ടപ്പോൾ തന്നെ അമ്മച്ചിക്ക് ശരീരം പിറക്കാൻ തുടങ്ങി. അമ്മ ഓടിച്ചെന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛോ എന്താ ഇങ്ങോട്ട് വരുന്നേ? സൂക്ഷിച്ചു നോക്കിയപ്പോൾ അച്ഛന്റെ കയ്യിൽ ഒരു മഞ്ഞ പേപ്പർ ഇരിക്കുന്നു. ഇപ്പൊ ടെലിഗ്രാമിന് വരുന്ന സാധാരണഗതിയിലെ മഞ്ഞ നിറമുള്ളൊരു പേപ്പറാണ്. അമ്മച്ചിക്ക് മനസ്സിലായി എന്തോ ഒരു വാർത്തയുണ്ട്. അമ്മച്ചി വീണ്ടും ചോദിച്ചു, അച്ഛോ എന്റെ മൂത്ത മകൻ ആ യുദ്ധക്കളത്തിൽ
മരിച്ചുപോയോ? വീണ്ടും ചോദിച്ചു, എന്റെ രണ്ടാമത്തെ മകൻ മരിച്ചുപോയോ? എന്റെ മൂന്നാമത്തെ മകൻ മരിച്ചുപോയോ? അച്ഛൻ വിറച്ചു നിൽക്കുക. അച്ഛൻ ആടി തൊട്ട് താഴെ വരെ ഇങ്ങനെ വിറയ്ക്കുക. അമ്മ വീണ്ടും ചോദിച്ചു, അച്ഛോ, ഞാൻ സ്നേഹിച്ച എന്റെ ഓമന കുമാരനായ മകനായ ആ ഇളയ മകൻ അവൻ മരിച്ചോ? ഈ അച്ഛൻ ഇതെല്ലാം കേട്ട് വിറച്ചു നിന്നിട്ട് ഈ ലെറ്റർ എടുത്ത് അമ്മയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ആമൻ, നിന്റെ ഇളയ മകനല്ല മരിച്ചത്. 5 മക്കളും ഇന്നലെ ഉണ്ടായ ആ വെടിവെപ്പിൽ 5 പേരും മരണപ്പെട്ടു. ഈ ടെലിഗ്രാം ഇന്ന് രാവിലെ വന്നു. നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരാൻ എന്റെ ചങ്കും കൈയും വിറച്ചു. നിനക്കറിയാമോ, നിന്റെ വീട് ലക്ഷ്യമാക്കി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളേറെയായി. കേവലം 15 മിനിറ്റ് കൊണ്ട് നിന്റെ വീട് വരെ എനിക്കെത്താം. പക്ഷെ ഞാൻ നടന്നിട്ട് കയറുന്നില്ല. എൻ്റെ കൈകാലുകൾ വിറക്കുന്നു, എൻ്റെ മുട്ട് വിറക്കുന്നു, എൻ്റെ ശരീരം വിറക്കുന്നു. ഈ വാർത്ത ഞാൻ നിന്നോട് എങ്ങനെ പറയും? ഈ അമ്മ ഇത് കേട്ട ഉടനെ മുട്ടുകുത്തിയിട്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞു. നിങ്ങൾ ഈ കഥ അല്ലെങ്കിൽ ഈ അനുഭവം ഇതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞു കേട്ട് കാണും. ഈ അമ്മ മുട്ടുമടക്കിയിട്ട് കൈ രണ്ടും ഉയർത്തിയിട്ട് പറഞ്ഞു, എന്റെ പൊന്നേശുവേ, എനിക്ക് 5 മക്കളെ പല തവണകളായിട്ട് പല സമയത്ത് നീ തന്നു. അവൻ ഇളയവനെ തന്നു, മൂത്തവനെ തന്നു. അവരെ തന്നതെല്ലാം പല പല സമയത്താ തന്നത്. നീ എത്ര നല്ലവനാ. ഒരുമിച്ച് 5 പേരെയും കൂടി ഒരുമിച്ചെടുത്തല്ലോ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അച്ഛൻ വിറച്ചു തുള്ളുകയാകട്ടോ. അച്ഛൻ ഞെട്ടിപ്പോയി. ഉടനെ അമ്മയുടെ തോളത്ത് കൈയിട്ടിട്ട് ഈ അച്ഛനൊരു ചോദ്യം ചോദിച്ചു, മോളെ, നിനക്ക് ഇതെങ്ങനെ കഴിഞ്ഞു? അപ്പോൾ ആ അമ്മച്ചി പുരോഹിതനോട് പറഞ്ഞ ഒരു വചനം ആ ബുക്കിനകത്തുണ്ട്. അതിതാണ്, അച്ചോ, സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവീക സമാധാനം എന്റെ യേശു എന്റെ ഉള്ളത്തിൽ തന്നു. ദൂത മനസ്സിലായോ? പ്രതിസന്ധി വരട്ടെന്ന്, പ്രതികൂലം വരട്ടെന്ന്, നിന്ന വരട്ടെന്ന്, അപമാനം വരട്ടെന്ന്, കടഭാരം വരട്ടെന്ന്, വെല്ലുവിളി വരട്ടെന്ന്, കൺമുമ്പിൽ നിന്ന് പലതും മാറിപ്പോകട്ടെന്ന് ഈ പകൽ വിശ്വസിക്ക. സകല ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവീക സമാധാനം ദൈവം നിന്റെ ഉള്ളത്തിൽ തന്നിരിക്കുക. സന്തോഷത്തോടെ വേണം ഇന്ന് പോകാൻ. സന്തോഷത്തോടെ വേണം പോകാൻ. പിശാച് അട്ടഹസിക്കട്ടെ. അവൻ നിങ്ങളുടെ മുമ്പിൽ ലജ്ജിച്ച് തലകുനിക്കട്ടെ. ഈ തിരുവചനം ഈ 14-ാമത്തെ ദിവസം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്, നിങ്ങൾ ആത്മാവിൽ ബലപ്പെട്ട് വേണം പോകാൻ. ഈ സ്തോത്രം, ഒരു ദൈവ പൈതലിന്റെ നിലനിൽപ്പും അവന്റെ വിശ്വാസത്തിന്റെ അടിയുറപ്പും അവൻ കേൾക്കുന്ന വചനം എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ്. സ്തോത്രം, മനസ്സിലായോ? നാം ഈ കേൾക്കുന്ന തിരുവചനം എങ്ങനെയാണോ കേട്ട് നമ്മുടെ ഉള്ളത്തിൽ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നത്, അതിനനുസരിച്ചാ വിടുതൽ നടക്കുന്നേ. ഒരു സ്തോത്രം പറയാമോ? ഞാൻ ഒരു രസമായിട്ടൊരു കാര്യം പറയാം. ഈ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, ഈ കേൾക്കുന്ന രീതിയിലല്ല കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ക്ഷീണവും ഭാരവും ദുഃഖവും ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത്. സന്തോഷമാണോ? പണ്ട് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, ഒരു മനുഷ്യനെ ഒരു പാമ്പ് കടിച്ചു. ആ പാമ്പ് ഏത് പാമ്പാന്ന്? 8 അടി മൂർഖൻ. ഏതാണ്? 8 അടി മൂർഖൻ. 8 അടി മൂർഖൻ എന്ന് പറഞ്ഞൊരു പാമ്പ് കടിച്ചു. അതിനെക്കുറിച്ച് പറയുന്നത്, ഈ പാമ്പ് കടിച്ചാൽ 8 അടി വെക്കുമ്പോൾ എന്ത് ചെയ്യും? മെരിയാൻ്റെ ചത്തുപോകും. അപ്പൊ ഇവൻ കേട്ടിട്ടുണ്ട്, 8 അടി മൂർഖൻ കടിച്ചാൽ എന്ത് ചെയ്യും? 8 അടി വെച്ചാൽ മരിച്ചു പോകും. അവൻ എന്ത് ചെയ്യുന്നറിയോ? 8 അടി മൂർഖൻ കടിച്ചു, 7 സ്റ്റെപ്പ് നടന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോയി. 8 അടി നടന്നാലല്ലേ എന്ത് ചെയ്യൂ? ചാകത്തുള്ളൂ. അവൻ 7 അടി നടന്നിട്ട് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയി. ചാകുന്നൊന്ന് കാണട്ടാ. അങ്ങനെ ഇപ്പോൾ 8 അടി മൂർഖൻ എന്നെ ജയിപ്പിക്കണ്ട. അവന് 7 അടി നടന്നിട്ട് കറക്റ്റ് 7 അടി നിന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഓട്ടോറിക്ഷ കയറി പോയി. വീട്ടിൽ ചെന്നിട്ട് ഇവൻ ചത്തൊന്നുമില്ല. അവൻ പിന്നെയും ചത്തിട്ടില്ല. സ്തോത്രം. അവനെല്ലാവരും പറഞ്ഞു, എന്നെ 8 അടി മൂർഖൻ കടിച്ചു, ഞാൻ 7 അടി വരെ നടന്നു, 8ാമത്തെ അടി തീർത്തില്ല, ഞാൻ ഓട്ടോയിലാ പോയെന്ന് പറഞ്ഞു. അവസാനം ഏത് പാമ്പാന്ന് കടിച്ച് ഇവരെല്ലാം കൂടി ചെന്ന് ഇവനെ കടിച്ച പാമ്പ് നീർക്കോലിയായിരുന്നു. പിന്നെ അവൻ പറഞ്ഞു ഓട്ടോ കാശ് നഷ്ടമായി പോയെന്ന്. അപ്പോ ഇവൻ കേട്ടതിന്റെ വെളിച്ചമാണ്. ഇവൻ കേട്ടത് എങ്ങനെയാ? 8 അടി മൂർഖൻ കടിച്ചാൽ 8 അടി എന്ത് ചെയ്യും? അവൻ ഏതായാലും പാമ്പ് കടിച്ചിട്ട് അവൻ കറക്റ്റ് 8 അടി 7 അടി എണ്ണി നടന്നു.
എന്നിട്ടാ പോയെന്ന് ഓർക്കണം. അപ്പൊ നമ്മൾ ഈ ഞായറാഴ്ച വന്നിരുന്ന് കേൾക്കുന്നതിന്റെ വെളിച്ചത്തില ഒരു വിടുതൽ വ്യാപരിക്കുന്നേ. ദൂത് മനസ്സിലായോ? രക്ഷ എന്ന് പറയുന്നത് ചുമ്മാ കൈയടിക്കാനുള്ളതല്ല, സ്നാനപ്പെടാനുള്ളതല്ല, കർത്തൃമേശ എടുക്കാനുള്ളതല്ല. ഒരു സകല ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവീക സമാധാനം അവൻ നിന്റെ ഉള്ളത്തിൽ തരികയാണ്. ആ സമാധാനം പ്രാപിച്ചു വേണം ഇന്ന് നിങ്ങൾ ഇതിനകത്തുനിന്ന് പോവാൻ. ഒരു സ്വതന്ത്രം പറയണം, സ്വതന്ത്രം പറയണം. ആമേൻ. നിങ്ങളോട് ആളുകൾ ചോദിക്കും, എന്ത് കിട്ടി? രക്ഷ കിട്ടിയോ? കിട്ടി. രക്ഷയുടെ പരിണിത ഫലം എന്താ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവീക സമാധാനം. അടുത്തിരിക്കുന്ന 2 പേരോടെങ്കിലും പറ, അത് ഞാൻ അനുഭവിക്കുന്നു, അത് ഞാൻ അനുഭവിക്കുന്നു. ആ സമാധാനം ഞാൻ അനുഭവിക്കുന്നുണ്ട്, ആ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്, ആ സമാധാനം ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. ദൈവമക്കളെ, ഇനി രക്ഷയുടെ സന്തോഷം അനുഭവിച്ച നമുക്ക് ആ രക്ഷയിൽ നിന്നും ലഭിക്കുന്ന ചില വിടുതലുകളുണ്ട്. എന്താണ് ആ വിടുതലുകൾ? ഒന്ന് ഓടിച്ച് നമ്മൾ ചിന്തിച്ച് പഠിച്ച് കൃത്യസമയത്ത് നമ്മൾ ആശീർവാദം പറയും. 1 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി കുറിച്ചു വെക്കുന്നവർക്ക് വേണ്ടി പറയുന്നു. 1 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വേഗം വായിച്ചാട്ടെ. ദോഷത്തിന് ദോഷവും, ദോഷത്തിന് പകരം ദോഷവും, സകാരത്തിന് സകാരവും, സകാരത്തിന് പകരം സകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെ. ആമേൻ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ മോനെ. 9-ാമത്തെ വാക്യം മാത്രം മതി. അവിടെ ഇങ്ങനെ പറയുന്നു, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷയുടെ സന്തോഷം അനുഭവിച്ച ദൈവമക്കൾ ദോഷത്തിന് പകരം ദോഷവും സകാരത്തിന് പകരം സകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. അപ്പൊ രക്ഷയെ അനുഭവിച്ച ദൈവ പൈതലേ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, രക്ഷയുടെ സന്തോഷ ഉടുപ്പ് ധരിച്ച ദൈവ പൈതലേ, ഈ രക്ഷയുടെ അകത്ത് നിനക്കൊരു അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആ വാക്യമൊന്ന് ശ്രദ്ധിച്ച്. അവിടെ ഇങ്ങനെ പറയുന്നു, ദോഷത്തിന് പകരം ദോഷവും സകാരത്തിന് പകരം സകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. ഉറക്കെ പറ, അനുഗ്രഹം എന്ത് ചെയ്യണം? ആമേൻ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് പകൽ കരമുയർത്തി പറയാമോ, അനുഗ്രഹം ഞാൻ അനുഭവിക്കും, അനുഗ്രഹം ഞാൻ അനുഭവിക്കും, എന്റെ കുടുംബം അനുഭവിക്കും, എന്റെ തലമുറ അനുഭവിക്കും, എന്റെ തലമുറയോ എന്റെ കുടുംബമോ അനുഭവം അനുഗ്രഹം ചെയ്യും. അനുഗ്രഹം ഞാൻ അനുഭവിക്കും. കേൾക്കാനല്ല, കാണാനല്ല, വായിക്കാനല്ല, എന്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിക്കുമെന്ന് വിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന എത്ര ദൈവ കുഞ്ഞുങ്ങൾ ഇതിന്റെ നടുവിലുണ്ട്. അവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ആമേൻ. ഞാൻ വളരെ പ്രാർത്ഥനയോടെയാണ് ഈ തിരുവചനമായി ഈ 14-ാമത്തെ ദിവസം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവരാണെങ്കിൽ, നമ്പർ 1, നിങ്ങൾ അനുഗ്രഹം കാണുകയില്ല, അനുഗ്രഹം കേൾക്കത്തില്ല, പിന്നെ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനിന്ന് ആമൻ ലോർഡ്സിനോട് ചോദിക്കുക. ആമൻ, സ്തോത്ര. ആ വണ്ടി ആക്സിഡന്റ് കൺമുമ്പിൽ കണ്ടപ്പോ ആമൻ, മോനെ നീ ആയുസ് ചിന്തിച്ചോ ഇങ്ങനൊരു അനുഗ്രഹം നീ അനുഭവിക്കുമെന്ന്? ദൈവം നിനക്ക് തന്ന 3 കുഞ്ഞുങ്ങളുടെ നന്മ കാണുമെന്ന്. എന്നാൽ രക്ഷ തന്ന ദൈവത്തിന് അതിനകത്തുനിന്ന് വിടുവിച്ച് ഒരനുഗ്രഹം തരാൻ, ഒരനുഗ്രഹം അനുഭവിക്കത്തക്കവണ്ണ് ദൈവം മാറ്റി നിർത്തിയത് ആ രക്ഷയുടെ സന്തോഷം ദൈവം അകത്ത് തന്നത് കൊണ്ടല്ലേ? അതുകൊണ്ട് ഈ പകൽ വിളിച്ചു പറ, എനിക്ക് ദൈവ രക്ഷയുടെ സന്തോഷത്തിനകത്ത് ഈ നന്മ അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ചില വാക്യങ്ങൾ നിങ്ങളൊന്ന് എന്നോടൊപ്പം പറഞ്ഞേ പറ്റൂ. ആരൊക്കെയോ ചിലരൊക്കെ ചുമ്മാ ഇരുന്ന് അവൻ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി കണ്ടിട്ട് അറിയാതെ പറയുന്നുണ്ട്, ഞാനിതൊന്നും അനുഭവിക്കത്തില്ല, ഇതൊന്നും ഞാൻ കാണത്തില്ല, ഇതൊന്നും കാണാൻ ഞാനിവിടെ ഉണ്ടാവത്തില്ല. നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വാക്ക് ക്യാൻസൽ ചെയ്തിട്ട് ആത്മാവിൽ പറ, ഞാനത് അനുഭവിക്കാം. എന്റെ കുഞ്ഞിന്റെ നന്മ ഞാൻ അനുഭവിക്കാം, എന്റെ തലമുറയുടെ നന്മ ഞാൻ അനുഭവിക്കാം. യേശുവിന്റെ നാമത്തിൽ നിന്റെ വായിൽ മരണവും ജീവനും ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, നെഗറ്റീവ് തോട്ട് പറയരുത്, നെഗറ്റീവായ വാക്ക് പറയരുത്. നിന്നെ വിളിച്ചത് അനുഗ്രഹം കാണാനല്ല, അനുഗ്രഹം അനുഭവിപ്പാനാണ്.
സ്വോത്രം 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 സ്വോത്രം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അനുഭവിപ്പം, നിങ്ങൾ അനുഭവിക്കും. പോരാ, ഇത്ര ആമേനുള്ളോ? നിങ്ങൾ അനുഭവിക്കും. ഞാൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് എറണാകുളത്ത് തോപ്മടിയിലെ ബിയ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു അലൂമിനിയം പാത്രക്കടയുണ്ട്. മിക്കവർക്കും അറിയാൻ പറ്റും. ഞങ്ങൾ ആദ്യം പാത്രം മേടിച്ച് തുടങ്ങുന്ന ബിയ സ്റ്റോഴ്സ് എന്ന ആ തോപ്മടി. അവിടെ ചെന്ന് പണ്ട് ഈ കലവും ചട്ടി പാത്രമൊക്കെ എടുക്കുന്ന സമയത്ത് ഈ കുത്തുന്ന എന്നാ പറയുന്നത്, ഫോർക്ക്, കത്തിയും ഫോർക്കും ഒക്കെ ഇല്ലേ, അതൊരെണ്ണം മേടിച്ചു. അപ്പം എന്നോട് ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. അമ്മ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. സ്വോത്രം. ഒരു സെറ്റ് മേടിച്ചു തൂക്കിയിടുന്നേ. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? സിന്തമ്മ മീൻ വറുത്ത് തരുമ്പോൾ ഇത് വെച്ച് കഴിക്കും. അപ്പം എന്നോട് ഇടയ്ക്ക് പറയും അഹങ്കാരം വെച്ചിട്ട് കൂടുന്നുണ്ട്. കൂടിയാലും കുഴപ്പമില്ല. സ്വോത്രം. കറി വെച്ച് വെക്കുന്ന മീൻകറിയൊക്കെ ഇത് വെച്ച് കഴിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ പാളിപ്പോയി. ആദ്യത്തെ ദിവസം ഇത് കുത്തി എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇട്ടിട്ട് തോന്നിയ പോലെ കഴിച്ചിട്ട് പോയി. പിറ്റേ ദിവസം വിട്ടില്ല. പിറ്റേ ദിവസം എടുത്തു. ആദ്യം മീൻ കഴിക്കാൻ തുടങ്ങി, കറി വെച്ചത് കഴിക്കാൻ തുടങ്ങി, പിന്നെ വറുത്തത് കഴിക്കാൻ തുടങ്ങി, പിന്നെ പതുക്കെ ചോറ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ ഇത് വെച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഒരിക്കൽ എന്നോട് ചോദിച്ച് മര്യാദക്ക് വാരി കഴിച്ചാൽ പോരെ, മിണ്ടരുത്, അനുഭവിക്കാൻ പോയ. സ്വോത്രം. ആദ്യമായിട്ട് ഞാൻ ദുബായിൽ ചെന്നു. ജക്സിപ്പാസിലെ സുവാർത്ത ചർച്ചിൽ ഒരു പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ ദൈവദാസൻ വണ്ടി കൊണ്ടുവന്നോട്ട് പറഞ്ഞ് കയറാൻ പറഞ്ഞു. എവിടേക്കാ? കയറെന്ന് പറഞ്ഞു. ഇന്ന് ലഞ്ച് എൻ്റെ കൂടെയാ. സ്വോത്രം. നേരെ എന്നെ കയറ്റിക്കൊണ്ട് ദുബായിൽ ഏറ്റവും വലിയൊരു ചൈനീസ് ഗാർഡനിലേക്ക് പോകുക, ചൈനീസ് ഹോട്ടലിൽ പോകുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആ ഹോട്ടലിൽ നേരെ കൊണ്ടുപോയി അവിടെ കയറ്റി. എന്നോട് പറഞ്ഞു പക്ഷേ ചൈനീസ് ഫുഡ് കഴിക്കുമോ? ഞാൻ പിന്നെ നമ്മളത് എത്ര കണ്ടതാ. പച്ചമുളകിനെ കാലം കൂടെ പിടിക്കുന്ന പോലെ പിടിച്ച് കടിച്ച് തിന്നുന്നു നമ്മൾ. ചൈനീസ് ഹോട്ടൽ ഒരു സ്വതന്ത്രം പറഞ്ഞു ഇവനെ കഴിക്കുമെന്ന് പറഞ്ഞു. കൊണ്ടേക്കയറ്റി. എന്നോട് ചോദിച്ചു എന്നാ വേണം? സീ ഫുഡിൻ്റെ എല്ലാ സാധനവും ഉണ്ട്. ഭാഷ എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഭാഷ എന്താണെന്ന് വെച്ചാൽ കഴിക്കുന്ന ബുക്ക് ചെയ്യും. എല്ലാം കൊണ്ടുവന്ന കൂട്ടത്തിൽ 2 കമ്പും 2 കോലും കൊണ്ടുവന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു തുണിയെടുത്ത് കഴുത്തലോട്ട് കെട്ടി ഞാനിങ്ങ് കഴിക്കാൻ. ജെക്സി ഭാഷ നോക്കി എന്നിട്ട് എന്നോട് ചോദിക്കുക ഇത് എപ്പോ പഠിച്ചു, ഇതെങ്ങനെ പഠിച്ചു? സിമ്പിളായിട്ട് കഴിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് ഇത് അനുഭവിക്കാൻ ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ദൂത് മനസ്സിലായോ? ചിലത് അനുഭവിക്കാൻ ഇന്ന് നീ പ്രാക്ടീസ് ചെയ്യണോ? ആരാ പറഞ്ഞത് കാണത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നിനക്കത് വരത്തില്ലെന്ന്? ആരാ പറഞ്ഞത് നിനക്കത് ഉണ്ടാവില്ലെന്ന്? ആത്മനിറവിൽ പറ ഞാനത് അനുഭവിക്കും. ഞാൻ അത് അനുഭവിക്കും. സ്തോത്രം. ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ സകല നന്മകളും ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർ അനുഭവിക്കും. ഇവിടെ ഇരിക്കുന്ന തലമുറകളുടെ സകല അനുഗ്രഹങ്ങളോ നിങ്ങൾ അനുഭവിക്കോ. ഈ സഭയുടെ നന്മ നിങ്ങൾ അനുഭവിക്കോ. ദൈവം നിങ്ങളെ വിളിച്ചത് ശാപത്തിനല്ല. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ആദാം പാപം ചെയ്തപ്പോൾ, ഹവ്വ പാപം ചെയ്തപ്പോൾ ദൈവം ഭൂമിയെ ശപിച്ചു അല്ലേ? എന്തായിരുന്നു ദൈവം ശപിച്ചത്? ഭൂമിയെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു ഭൂമിയിൽ നിന്ന് മുള്ളും പറക്കാറയും വരും. ദൈവദാസനെ ഒരാത്മാവിൽ ഒറ്റ ദൂതിയൻ പറയുക, രക്ഷിക്കപ്പെട്ടവൻ അനുഭവിക്കുന്ന നന്മ ശപിക്കപ്പെട്ട് മുള്ളും പറക്കാറയും മുളച്ച ആ ഭൂമിയിൽ നിന്ന് നിനക്കൊരു നന്മ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. എവിടെ ദൈവം ശപിച്ചോ, എവിടെ ദൈവം മുള്ളും പറക്കാറയുമാക്കി മാറ്റിക്കളഞ്ഞോ, എവിടെ ഇനി നന്മയുണ്ടാവില്ലെന്ന് പറഞ്ഞോ, എവിടെ അനുഗ്രഹം കാണത്തില്ലെന്ന് പറഞ്ഞോ, അതിന്റെ നടുവിൽ തന്നെ ഒരു നന്മ ദൈവം നിനക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. രക്ഷിക്കപ്പെട്ട ഞാൻ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം തന്ന എനിക്ക് ദൈവം തന്നൊരു നന്മയുണ്ട്. അത് ഞാൻ അനുഭവിക്കും. സഹോദരൻ, ഒരു ഹല്ലേലൂയ എന്ന് പറ. നിങ്ങൾ അനുഭവിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം നടത്തി.
കല്യാണം നടത്തിയിട്ട് ചെറുപ്പക്കാരാ, ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാ. കല്യാണം നടത്തിയിട്ട് ഞാൻ പറയും, ഇപ്പോൾ ചെക്കൻ്റെ മാതാപിതാക്കളും പെണ്ണിൻ്റെ മാതാപിതാക്കളും മുന്നോട്ട് കയറി വന്ന് അവർക്ക് ചുംബനം കൊടുക്ക്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഏകദേശം ഒരു 19-22 വയസ്സേ ഉള്ളൂ, അമ്മയ്ക്ക്, പയ്യൻ്റെ അമ്മയ്ക്ക്. പുള്ളിക്കാരത്തി അവിടെ മുമ്പിൽ നിന്ന് കൈ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ കയറുന്നില്ലെന്ന് പറഞ്ഞു. എന്നാ മുട്ടുവേനയാന്ന് പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ കിട്ടുന്നൊരു സുവർണ അവസരം. കല്യാണം കഴിഞ്ഞ് മക്കളുമായിട്ട് ഒരുമിച്ച് ഇന്ന് ഫോട്ടോ എടുക്കാൻ ഈ സ്റ്റേജിൽ 2 സ്റ്റെപ്പ് കയറാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു വ്യാപാരമുണ്ട്, നീ അനുഭവിക്കണം. ഈ ചിലര് പറയാറുണ്ട്, ഞാനില്ല മോനെ, ഞാനില്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾ എവിടെ വിളിച്ചാലും കൂടെ പൊക്കോണം. ഇനി മരുമക്ക് ഇഷ്ടപ്പെട്ടില്ലാലും കുഴപ്പമില്ല, സ്വോത്രം പറഞ്ഞു. സൂപ്പിനകത്ത് ഉപ്പ് കലക്കി തന്നാലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചങ്ങ് കുടിച്ചേക്കണം. ഒരു സ്വോത്രം പറഞ്ഞേ. എവിടെ വിളിച്ചാലും പോയേക്കണം, ഒരിടത്തും മാറി നിൽക്കരുത്. ഒരിക്കൽ വീട്ടിൽ ലെസ്ലി മൂത്തവനോട് പറയുന്നുണ്ടായിരുന്നു, മമ്മീനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, പാപ്പേനെ കൊണ്ടുപോയിക്കോളാൻ. നിങ്ങൾ ചിരിക്കുന്നത് എന്താന്ന് മനസ്സിലായി, അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞല്ലേ. ഞാൻ ചോദിച്ചു, എന്താടാ എന്നെ കൊണ്ടുപോകാത്ത? അയ്യോ എന്റെ പൊന്നെ, ഞാൻ അത്രയും അവിവേകം ഒന്നും കാണിക്കത്തില്ലെന്ന് അവൻ പറയുന്നേ. ഞാനിവരോട് ചോദിച്ചു, നീ എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. മൗനം സമ്മതമായിട്ടിരിക്കുക. ഇവന്മാർ കൊണ്ടുപോയില്ലേലും ഇവന്മാർ പോകുന്ന ഫ്ലൈറ്റിൽ ഞാൻ തൂങ്ങിക്കിടന്നെങ്കിലും പോകും. അങ്ങനെ സ്വസ്ഥതയോടെ ഇവന്മാർ ഉഗാണ്ട പോയാലും ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ നന്മ ഞാൻ അനുഭവിക്കുമെന്ന്. ഹല്ലേലൂയ! ചലഞ്ചായിട്ട് ഏറ്റെടു. എന്റെ തലമുറയുടെ നന്മ നമ്മൾ അനുഭവിക്കുക. അത് ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുക, അത് നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുക. അത് അനുഭവിച്ചേ പറ്റൂ. ഹല്ലേലൂയ! യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരുടെയൊക്കെ നട്ടെല്ലിന്റെ മേൽ ഒരു ജീവൻ വ്യാപരിക്കാൻ പോകുക. ആമേൻ. ഞാൻ സൂം മീറ്റിംഗിൽ പ്രസംഗിക്കുമ്പോൾ ഒരിക്കല് മേരി ആന്റിയുടെ ഒരു ദൂത് പറഞ്ഞു. മേരി ആന്റി, ഏതാനും മാസങ്ങൾക്കുള്ളിൽ യാത്രയാകാൻ തുടങ്ങിക്കോ, യാത്ര തീർന്നു എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു, യാത്ര ആരംഭിക്കുന്നു. പറഞ്ഞതിന്റെ 2ാമത്തെ മാസം അല്ലേ, പറഞ്ഞതിന്റെ 2ാമത്തെ മാസം പൊക്കിയെടുത്ത് ദൈവം കൊണ്ടുപോയി. എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങളും പറക്കും, നിങ്ങളും തലമുറയുടെ നന്മകൾ അനുഭവിക്കും. കരം തട്ടി ദൈവത്തിന് നന്ദി പറ. ഇത് വെറും വാക്കല്ല, ദൈവ രക്ഷ തന്നത്, ദൈവം രക്ഷയുടെ ദൂത് തന്നത്. പരിശുദ്ധാത്മാ പറയുന്നു, ഹല്ലേലൂയ! ആമേൻ. സ്തോത്രം. ലസ്ട്രോനോട് ഈ മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ദൂത് ഇവനോടാ. അവൻ ഓസ്ട്രേലിയ വിടുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷൂ മേടിച്ചു വെച്ചു, തണുപ്പത്തിടാൻ. അവനെ കൊണ്ട് എന്നെ ബുക്ക് ചെയ്യിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തിനാന്ന്? അവൻ തണുപ്പത്തിടാനാ. ഇവൻ അവിടെ പോകുമ്പോൾ എനിക്ക് തണുപ്പിച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയ ഷൂ മേടിച്ചു വെച്ചു. ഒരു സ്വോത്രം പറഞ്ഞേ. അന്നേരം ഷൂ മേടിക്കാൻ പോയാൽ കാശില്ലെങ്കിലും അതുകൊണ്ട് ഇപ്പോഴേ മേടിച്ച് വെച്ചേക്കുക. ഒരു അല്ലല്ലോ പറ. ചിലതൊക്കെ ഇപ്പോഴെ തയ്യാറാക്കിക്കുക. ഒരു സ്വോത്രം പറ. നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്ന? ധൈര്യമായിട്ടിരിക്കെ. ഇത് അനുഭവിക്കാനാ വിളിച്ചത്. ഹല്ലേലൂയ! ആമേൻ. അനുഭവിക്കണം. സ്വോത്രം. ഹല്ലേലൂയ! ഈ മലയാളികളുണ്ടല്ലോ, നമ്മളെപ്പോലെ ഈ വീണെടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ആളുകൾ. എന്തെങ്കിലുമൊക്കെ അതിന് സ്വതന്ത്രം. ഞാൻ ഇന്ന് രാവിലെ സിംഗിനോട് പറഞ്ഞു വരുന്ന വഴിക്ക്, സായിപ്പന്മാരിങ്ങനെ ഈ എസ്കേപ്പ് ആകാനുള്ള വാക്കൊന്നും, പക്ഷെ മലയാളി എത്ര ഗൗരവത്തോടെയാണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു ഉടായ്പ പറഞ്ഞ് രക്ഷപ്പെടും. അവൻ പക്ഷെ ഇന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യതയില്ല. അവൻ ഗോപിനാഥൻ ആശാരി അറിയാല്ലേ, നമ്മുടെ സൗദിയിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഭയങ്കര വാക്ചാതുര്യം, ഭയങ്കര രസമാണ്. ഗോപിനാഥൻ ആശാരി ജർമ്മനി പോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സമയം കളയണ്ടല്ലോ. ഒരാളെ കേട്ടിട്ടുള്ളൂ. പുള്ളി ജർമ്മനി പോയി. ജർമ്മനി ചെന്ന് കഴിഞ്ഞപ്പോൾ സായിപ്പന്മാരുടെ മീറ്റിംഗ് ആയിരുന്നു. എല്ലാ മീറ്റിങ്ങും കഴിഞ്ഞിട്ട് ഗോപിനാഥൻ ആശാരിക്ക് ഭയങ്കരമായ ഫുഡ് സായിപ്പന്മാരെല്ലാം കൂടി ഒരുക്കി. ഭയങ്കര സമൃദ്ധമായ ഒരു ഫുഡ്
ഒരുക്കി. ഇങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി മേശപ്പുറത്ത് വന്നിരുന്നപ്പോൾ എല്ലാവരും ഈ സാധനം വെച്ചാണ് കഴിക്കുന്നത്. ഗോപിനാഥൻ ആശാരി ഇതുവരെ ഈ സാധനം വെച്ച് കഴിച്ചിട്ടില്ല, കൈകൊണ്ട് കഴിച്ചിട്ടുള്ളൂ. പുള്ളി കഴിക്കുന്നില്ല. അടുത്തൊരിക്കുന്ന സായിപ്പ് പറഞ്ഞു, ഗോപിനാഥൻ ഈറ്റ്, ഓക്കെ എന്ന് പറഞ്ഞു. അടുത്താളും പറഞ്ഞു ഈറ്റ്, ഓക്കെ എന്ന് പറഞ്ഞു. എല്ലാവരും കഴിച്ചിട്ടും ഗോപിനാഥൻ കണ്ണിത് എങ്ങനെ കഴിക്കണമെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, സായിപ്പേ, ഈ പീറ്റർ, യേശുവിൻ്റെ ശിഷ്യൻ പീറ്റർ എങ്ങനെയായിരിക്കും കഴിച്ചത്? സായിപ്പ് പറഞ്ഞു ഹാൻഡ്. ജോൺ എങ്ങനെയായിരിക്കും കഴിച്ചത്? ഹാൻഡ്. അവസാനം ജീസസ് എങ്ങനെയായിരിക്കും കഴിച്ചത്? സായിപ്പ് പറഞ്ഞു ഹാൻഡ്. ഞാൻ ജീസസ് കഴിച്ച പോലെ കഴിക്കാൻ പോയാന്ന് പറഞ്ഞു. ഗോപിനാഥൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സായിപ്പ്മാരെല്ലാം കത്തിയെല്ലാം താഴ്ചിട്ട് പറഞ്ഞു, ഗോപിനാഥൻ ഞങ്ങൾക്കും ജീസസ് കഴിച്ച പോലെ കഴിക്കണം. എല്ലാ സായിപ്പന്മാരും കൂടി വാരാൻ തുടങ്ങി. ഗോപിനാഥൻ പറയുക, ഞാൻ വാരി തന്ന് വീട്ടിൽ ചെന്നിട്ടും ഇവന്മാർ വാരോട് വാരാ, ഇവന്മാർക്ക് ഇങ്ങനെ തിന്നാനറിയാമോ? ഞാൻ കഴിച്ച് വീട്ടിൽ പോയി ദൂത് മനസ്സിലായോ? നമ്മളെങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ ഇന്നൊക്കത്തില്ല. ദൈവം നിന്നെ കൊണ്ടുവന്നതും ദൈവം നിന്നെ വിളിച്ചതും ഇത് അനുഭവിപ്പാൻ വേണ്ടിയാ, ഈ ദൂതം നൽകിത്തരാൻ വേണ്ടിയാ. പരിശുദ്ധാത്മ നിറവിൽ ഒന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, ഞാനത് അനുഭവിക്കും, ഞാനത് അനുഭവിക്കും, ഞാനത് അനുഭവിക്കും. ആമേൻ. ജീവിത പങ്കാളിയും എന്ന് പറഞ്ഞേ, ജീവിത പങ്കാളിയും എൻ്റെ മക്കൾ. നിങ്ങളിപ്പോ പാടണ്ട. ഓ എന്ത് ഇൻട്രസ്റ്റ്, വടിയെടുക്ക ഞാൻ. ജീവിത പങ്കാളി ജോനാഥ അത് പറഞ്ഞപ്പോ ഭയങ്കര ജീവിത പങ്കാളി എന്നൊക്കെ പറഞ്ഞു. അടുത്ത പറഞ്ഞാൽ മതി. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എൻ്റെ ദൈവത്താൽ എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ദൈവമക്കളെ, വലത് കരം നെഞ്ചിലോട്ടെന്ന് വെച്ച് ഞാൻ ഈ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. ആ കരമൊന്ന് വെച്ചിട്ട് പറ, ഞാൻ അനുഭവിക്കും. എൻ്റെ നന്മ, എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മ ഞാൻ അനുഭവിക്കും. എന്നെ ദൈവം വിളിച്ചത് അനുഗ്രഹം അനുഭവിപ്പാനാണ്. പറ പറ പറ, എല്ലാവരും പറ, എല്ലാവരും പറ. എന്നെ വിളിച്ചത് ഞാൻ അനുഗ്രഹം അനുഭവിപ്പാനാണ്. ശപിക്കപ്പെട്ട ഈ ഭൂമിയിൽ മുള്ളും പറക്കാരയും കൊണ്ട് നിറയപ്പെട്ട ശാപത്തിന് ഹേതുവായ ഈ ഭൂമിയിൽ എനിക്കൊരു നന്മ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. എൻ്റെ തലമുറക്ക് ഒരു നന്മ മാറ്റിവെച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പിശാച് പറഞ്ഞാൽ, തരത്തില്ലെന്ന് അന്ധകാര വ്യാപാരങ്ങൾ എന്നോട് നോക്കി പറഞ്ഞാൽ, ഈ വചന വെളിപ്പാടിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുന്നു, രക്ഷിക്കപ്പെട്ട എനിക്ക്, ആമൻ, ദൈവകൃപ പ്രാപിച്ച എനിക്ക്, രക്ഷയുടെ സന്തോഷം അനുഭവിച്ച എനിക്ക് ഒരു നന്മ അനുഭവിപ്പാൻ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. മക്കളെ, രണ്ടാമത്തെ കാര്യം ഞാൻ ഓടിച്ചു പറയാം. രക്ഷയുടെ ദൂത് പ്രാപിച്ച, രക്ഷയുടെ സന്തോഷം പ്രാപിച്ച, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയപ്പെട്ടവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പും. രണ്ടാമത്, ആമേൻ, നേരത്തെ വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിലെ 32 മോനെ, അവൻ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് യാക്കോബ് പറയുന്ന ഒരു വാക്യം. 32:26 ഒന്ന് വായിക്കാമോ? എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ
ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ ദൈവമക്കളെ, പറഞ്ഞു. ഈ വാക്യം അറിയാവുന്നവർ മാത്രം ആ കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഇസ്ഹാക്കിന്റെ 2 മക്കളാണ്, ഏശാവും യാക്കോബും. അതിൽ ഇളയ മകനായ യാക്കോബ് അപ്പൻ കണ്ണു കാണാൻ വയ്യാതിരിക്കുമ്പോൾ ഏശാവ് ആമൻ കാട്ടുമൃഗം അന്വേഷിച്ച് പോയപ്പോൾ ചേട്ടനെ പറ്റിച്ച് അപ്പനെ പറ്റിച്ച് അനുഗ്രഹം പിടിച്ചു മേടിച്ച് ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോയ യാക്കോബിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അവന്റെ പേരിന്റെ അർത്ഥം തന്നെ ഉപായി എന്നാണ്. ആ യാക്കോബ് 20 വർഷം കഴിഞ്ഞ് മടങ്ങി വരുന്നു. എവിടേക്കാ മടങ്ങി വരുന്നത്? അപ്പന്റെ ഭവനത്തിലേക്ക്, താൻ പോയ ആ വീട്ടിലേക്ക്, തന്റെ സ്വന്തം ഭവനത്തിലേക്ക്, സ്വന്തം അനുഗ്രഹത്തിലേക്ക്, ഇസ്ഹാക്ക് ജീവിച്ചിരിക്കുന്ന തന്റെ വീട്ടിലേക്ക്, തന്റെ ജ്യേഷ്ഠൻ പാർക്കുന്ന തന്റെ ഭവനത്തിലേക്ക് താൻ മടങ്ങി വരുന്നു 20 വർഷങ്ങൾക്ക് ശേഷം. ഇപ്പോൾ യാബോക്കിന്റെ നദിക്കടവിൽ യാക്കോബ് വന്ന് നിൽക്കുന്നു. ദൂതനുമായിട്ട് മല്ല് പിടിക്കുന്ന യാക്കോബ് പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല, നിന്നെ വിടുകയില്ല. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു, ശ്രദ്ധിക്കണേ. ഉത്തരവൊന്നും നിങ്ങൾ പറയണ്ട, ആശയക്കുഴപ്പത്തിലാകണ്ട. ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു, ആൻസർ ഞാൻ പറയാം. എന്ത് അനുഗ്രഹമായി ഇവിടെ യാക്കോബ് ചോദിക്കുന്നേ? അതുകൊണ്ടാ ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞേ. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ. ഇവിടെ ചോദിക്കുന്ന അനുഗ്രഹം ഏതാ? നിങ്ങൾ പറയും, സമ്പത്താണെങ്കിൽ കൊട്ടക്കണക്കിപ്പോണ്ട്, ആടുമാടാണെങ്കിൽ അത് ഏറെയുണ്ട്, ഒട്ടകമാണെങ്കിൽ അതേറെയുണ്ട്. തെളിവ് ഈ പുല്ല് തന്നെ പറയുന്നു, ദൈവമേ, ഒരു കൂട്ടവും കൊണ്ട്, ഒരു വടിയും കൊണ്ട് യോർദാൻ കടന്നു, ഇപ്പോൾ 2 കൂട്ടമായി ഞാൻ മടങ്ങി വരുന്നു. നീ എന്നെ അനുഗ്രഹിച്ചല്ലോ. യാക്കോബ് തന്നെ പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചു. എന്നിട്ടും പുള്ളി ചോദിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണം. ഇന്ന് രാവിലെ, ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥന മുറിയിൽ ഈ മെസ്സേജ് ഞാൻ നോക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, താൻ ഇവിടെ ചോദിക്കുന്ന അനുഗ്രഹം നന്മ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അനുഗ്രഹമാണെങ്കിൽ തനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, അത്രയും തന്റെ കയ്യിലുണ്ട്. പിന്നെ ഏത് അനുഗ്രഹമാ? മനസ്സിലാക്കി തരാം. താനിപ്പോ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന അനുഗ്രഹം ഏതാണെന്നറിയോ? അങ്ങ് ഒരു വിളിപ്പാടകലെ 400 പേരെയും കൊണ്ട് ഒരുത്തൻ വരുന്നുണ്ട് യാക്കോബിന്റെ പ്രാണനെ അപഹരിക്കാൻ. ആരാന്നറിയാമോ? ഏശാവ്. അവൻ വരുന്ന എന്തിനാന്നറിയോ? എന്നെ പറ്റിച്ച്, എന്റെ അപ്പനെ പറ്റിച്ച് നന്മ കൊണ്ടുപോയ യാക്കോബ് വരുന്നുണ്ട്, ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് 400 പേരെയും കൊണ്ട് ഒട്ടകപ്പുറത്ത്, കുതിരപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോൾ യാബോക്കിന്റെ കടവിൽ നിന്നിട്ട് പറയാ, ദൈവമേ, എന്നെ നീ അനുഗ്രഹിക്കണേ. എന്തനുഗ്രഹമാണ്? എന്റെ പ്രാണന് വേണ്ടി പോരാടുന്ന ശക്തിയുടെ നടുവിൽ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ. ദൂതേറ്റെടുത്തോ, നിന്റെ പ്രാണനെതിരെ വെല്ലുവിളിക്കുന്ന അവൻ അന്ധകാര വ്യാപാരത്തിന്റെ കെടുതിയുടെ നടുവിൽ നിന്ന് ഒരു അസാധാരണ വിടുതൽ എന്റെ ദൈവം തരാൻ പോകുകയോ. ഓ ജീസസ്, ജീസസ്, ജീസസ്. പ്രാണഭയത്തിൽ നിന്ന് അവൻ ഭയപ്പെട്ട് നിന്ന്, അവന്റെ പ്രാണഭയത്തിൽ നിന്ന് ദൈവം അവനെ ഉദ്ധരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, കുറെ നാളുകളായി നിന്നെ അലട്ടുന്ന ചില ഭയത്തിന്റെ ആത്മാവ് ഈ പകൽ വിട്ടുമാറാൻ പോകുക. എന്തോ ഒരു ശൂന്യത ഹൃദയത്തിന്റെ അകത്ത്, എവിടെയോ ഒരു ശൂന്യത ഹൃദയത്തിന്റെ അകത്ത്. എല്ലാമുണ്ട്, എല്ലാമുണ്ട്, എന്നിട്ട് ഹൃദയത്തിൽ ഒരു ശൂന്യത അനുഭവിക്കുന്ന ആരോടോ ദൈവം പറയുന്നു, ഈ പകൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു പകലാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കുറിച്ചു വെക്കണം കേട്ടോ. ഇവിടെ ഞാൻ ഒരുപാട് നാളായിട്ട് ചോദിക്കുക ദൈവത്തോട്, ഇതിന്റെ ആൻസർ എനിക്ക് വേണം, കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, എടാ, ഇവൻ ചോദിച്ച അനുഗ്രഹം, ബ്ലെസ്സിങ്, ആമേൻ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽസ് ബ്ലെസ്സിങ് അല്ല ഇവൻ ചോദിച്ചത്. അതിന് ഒത്തിരി ഇവന്റെ കയ്യിലുണ്ട്. ഇവൻ ചോദിച്ച എന്നാന്നറിയോ? എന്റെ പ്രാണനെ ഒന്ന് വിടുവിച്ച് അനുഗ്രഹിക്കണം. തെളിവ് തരാം. മല്ല് പിടിച്ചു കഴിഞ്ഞപ്പോ ദൂതൻ പറഞ്ഞു, വിടാം. ഉഷസുതിക്കാരായി എന്നെ വിടുന്നതിന് മുൻപ് ഈ ദൂതൻ ഒരു ചോദ്യം ചോദിച്ചു. വായിച്ചേ. നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് പേര് എന്ത്? നിന്റെ പേരെന്താ?
നിന്റെ കണ്ടോ 27 വാക്യത്തിലുണ്ട്, നിന്റെ പേർ എന്തെന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. നിന്റെ പ്രാണനോട് പോരാടുന്ന പോരാട്ടത്തെ നിനക്ക് ജയിക്കണമെങ്കിൽ നീ ആരെന്ന് തമ്പുരാന്റെ മുമ്പിൽ ഇന്ന് പകൽ വെളിപ്പെടുത്തണം. ശാപന സന്ധീരകഥന മറച്ചു വെച്ച് മുന്നോട്ട് പോയാൽ പ്രാണന്റെ പിടി പിശാച് വിടില്ല. മറച്ചു വെച്ച് നീ ജീവിച്ചാൽ പ്രാണന്റെ പിടുത്തം പിശാച് വിടുകയില്ല. യേശാവ് എടുക്കാൻ നിൽക്കുന്ന ആ പ്രാണൻ നിനക്ക് സുരക്ഷിതമാകണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു നീതിയുടെ കരം വെളിപ്പെടട്ടെ, ഒരു വിശുദ്ധിയുടെ കരം വെളിപ്പെടട്ടെ, ഒരു സത്യസന്ധത വെളിപ്പെടട്ടെ. സന്തോഷമാണോ? ഞാനൊരു കൊച്ചു കാര്യം പറഞ്ഞ നിങ്ങൾ എന്നോട് പിണങ്ങോ? ഇല്ലെങ്കിൽ എല്ലാവരും ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. പിണങ്ങത്തില്ലല്ലോ, ഇല്ലല്ലോ, ആണോ? പിണങ്ങോ? ഉറപ്പാണ്. 20 വർഷങ്ങൾക്ക് ശേഷം അവൻ ആരാണെന്ന് യഥാർത്ഥമായി വെളിപ്പെടുത്താഞ്ഞിട്ട് പോലും 2 കൂട്ടം ദൈവം ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോ എങ്ങനെ ജീവിച്ചാലും കുഞ്ഞെ നിനക്ക് അനുഗ്രഹം കിട്ടും. നീ ആരാന്ന് ദൈവസന്നിധിയിൽ നല്ലതുപോലെ വെളിപ്പെടുത്തിയില്ലെങ്കിലും കൂട്ടമൊക്കെ നിനക്ക് കിട്ടും. പക്ഷേ പ്രാണൻ നിനക്ക് നഷ്ടപ്പെടും. ഇത് കുറിച്ചിടേണ്ട ആഴമായ ദൂത അല്ലേ? നിന്റെ പേരെന്താ? 20 വർഷങ്ങൾക്ക് ശേഷമാ ചോദിക്കുന്നേ. അപ്പൊ യഥാർത്ഥ ലേബൽ വെളിപ്പെടുത്താഞ്ഞിട്ടും സ്ഥലവും കിട്ടി, ആടുമാടും കിട്ടി, കുറെ നന്മയും കിട്ടി. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇതൊക്കെ നിനക്ക് കിട്ടുമ്പോൾ നീ ഓർത്തേക്കണം, നീ പൂർണ്ണനായെന്ന്. ഇല്ല കുഞ്ഞേ, അക്കരെ കിടക്കത്തില്ല. നിന്റെ പ്രാണന്റെ വില കഴിഞ്ഞ് അക്കരക്ക് പോകണമെങ്കിൽ നീ യഥാർത്ഥത്തിൽ ആരാന്ന് ഇവിടെ വെച്ച് വെളിപ്പെടുത്തണം. വലിച്ചങ്ങ് കീറണം. ഒരു സ്വോത്രം പറഞ്ഞേ, ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. അപ്പൻ 20 വർഷം മുമ്പ് പിടിച്ചു തപ്പി നോക്കിയപ്പോൾ അപ്പൻ പറഞ്ഞോട് ചോദിച്ചു, മോനെ ആരാ നീ? ഒന്ന് അടുത്തു വന്നേ. എന്റെ മകൻ ആദ്യജാതൻ ഏശാവ് തന്നെ. പുള്ളി പറഞ്ഞു, അതെ. എന്നാ പറഞ്ഞേ? കള്ളന്റെ രാജാവാ. നുണ പറഞ്ഞോ? നുണ പറഞ്ഞോ യാക്കോബ്? പറഞ്ഞു ലോഡ് സാ, കറക്റ്റ് അല്ലേ പറഞ്ഞേ? അപ്പോഴെന്നാ ചോദിച്ചേ? മോർണിംഗ് അടുത്തു വന്നേ, എന്റെ മകൻ ആദ്യജാതൻ ഏശാവ് തന്നെയോ? അപ്പൊ പുള്ളി എന്നാ പറഞ്ഞു? ഏശാവ് തന്നെ. ഞാൻ ഏശാവല്ലെന്ന് പുള്ളി പറഞ്ഞില്ല. വീട്ടിൽ പോയി സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കൂ. കറക്റ്റ് കയറി പിടിച്ചു. ഏശാവ് തന്നെ, അത് ഏശാവ് തന്നെ. ഞാൻ ഏശാവെന്നൊന്നും പറഞ്ഞില്ല. അടുത്ത് വരട്ടെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ അലമാരിക്കകത്തിരിക്കുന്ന പെർഫ്യൂം എടുത്തടിച്ചു. 2 ഫ്ലേവറാ. അപ്പൻ ഏശാവിൻ്റെ സ്മെല്ല്. അനുഗ്രഹം കൊടുത്തു, പൊക്കോളാൻ പറഞ്ഞു. 20 വർഷം ആടിച്ച് പൊളിച്ച് അടക്കിയ അനുഗ്രഹം പ്രാപിച്ചു. ഒരു സ്വോത്രം പറഞ്ഞേ. അയ്യോ എന്തൊരു അനുഗ്രഹം! ഒരാഴ്ച 5 ചുരിദാറൊക്കെ അല്ലേ മേടിക്കുന്നേ? എന്തൊരു വരുന്നുണ്ടെന്ന് എനക്ക് പരിപാടി മോനെ. ഇതൊക്കെ മേടിച്ച് കൂട്ടി അലമാരിക്കകത്ത് വെക്കുമ്പോൾ അതും ഇതുമൊക്കെ കിട്ടുമ്പോൾ നീ ഓർക്കുന്നുണ്ടല്ലേ, ഇതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് കുഞ്ഞേ. നിന്റെ പ്രാണനോട് പോരാടുന്ന പോരാട്ടത്തെ ജയിക്കണമെങ്കിൽ നീ ആരെന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെടണം. സ്തോത്രം, 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 സ്തോത്രം. അത് ദൈവം വെളിപ്പെടുത്തും. അത് വെളിപ്പെടുത്താതെ അപ്പുറത്തേക്ക് കേറാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ഓ, ഒരു സ്തോത്രം പറഞ്ഞേ. ഞാൻ നിങ്ങളോടൊരു സത്യസന്ധമായ ഒരു കാര്യം പറയാൻ പോകുകയാണ്. 4 നേരം അല്ലേ നമ്മൾ ആഹാരം കഴിക്കുന്നത്? ഇത് 3 നേരമാണോ 4 നേരമാണോ? കള്ളത്തരം പറയരുത്. സാമ അവിടെ ഇരിപ്പുണ്ട്. അവൻ പറഞ്ഞു 3 നേരമാണ്. നേരാണോ? അതെ. 5 നേരം നിസ്കരിക്കുന്ന കാര്യമല്ലേ ഞാൻ ചോദിച്ചത്.
നാസ്തയുടെ കാര്യം ചോദിച്ചേ അല്ലേ? ഞാൻ ഒരു കാര്യം പറയാനാ മക്കളെ, പോട്ടെ, 3 നേരം എടുക്കാം. ഈ 3 നേരം മുടങ്ങാതെ ആഹാരം കിട്ടുന്നുണ്ടോ? മാറി ഉടുക്കാൻ വസ്ത്രം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? കാലിലിടാൻ ചെരുപ്പ് തേയാതെ നല്ലത് കിട്ടുന്നുണ്ടോ? ആമേൻ. ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ ദൈവം തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കണക്ക് കൂടുതൽ ആ കിട്ടുന്നവൻ പറയേണ്ടി വരും. 3 നേരം കഴിക്കുന്നവൻ 2 നേരം കഴിക്കുന്നെങ്കിൽ കർത്താവ് കുറച്ചേ ചോദിക്കൂ. ഇനി ചോറ് മാത്രമേ കഴിക്കുന്നുള്ളൂ, ഉരുളക്കിഴങ്ങ് താളിച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ, നിന്നോട് കുറച്ചേ ചോദിക്കത്തുള്ളൂ. നീ ചിക്കനാണ് ആഴ്ച 5 പ്രാവശ്യം കഴിക്കുന്നെങ്കിൽ ദൈവം നിന്നെ ഒട്ടും വിടത്തില്ല. ആരോ പറയുന്നുണ്ട് ഇതേ നല്ല ഗസ്റ്റ് പാസ്റ്റർ ആയിരുന്നെന്ന്. വേണ്ട, കർത്താവ് പറഞ്ഞു അധികം കൊടുത്തവനോട് ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. വിടത്തില്ല ദൈവം. ചിലതിനെ ഇന്ന് കുടുക്കിട്ട ദൈവം പിടിക്കാൻ പോവുക. ഹല്ലേലൂയ. ചിലതിൻ്റെയൊക്കെ പെടലിക്ക് കർത്താവ് കയറിടുന്നത് എന്നെ ദൈവം കാണിക്കുന്നു. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. ദൈവം പിടിക്കും. കാരണം ഇത് കർത്താവ് എന്നോട് രാവിലെ പറഞ്ഞു, ഇത് പറഞ്ഞേക്കാൻ പറഞ്ഞു. അവൻ കുറേ നന്മ യാക്കോബിന് കിട്ടിയപ്പോൾ യാക്കോബ് വിചാരിച്ചു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ ഇതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ദൈവം പറഞ്ഞ കാര്യം ഞാൻ പറയാം. ലാബാൻ തന്നെ ആക്രമിക്കാൻ പുറകിൽ വരുമ്പോൾ ദൈവം ലാബാനോട് പറഞ്ഞു, ലാബാനേ, യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചോ. അപ്പൊ ആള് ക്ലിയർ ആയിട്ടില്ലെങ്കിലും ദൈവം സൂക്ഷിച്ചു. പേരിപ്പോഴും വെളിപ്പെട്ടിട്ടില്ലെങ്കിലും സൂക്ഷിക്കാൻ ദൈവം റെഡിയായി. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. അവളെ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ അപകടത്തിൽ നിന്ന് തലനാഴക്കര നീ രക്ഷപ്പെട്ടില്ലേ, അത് നിന്റെ ഗുണം കൊണ്ടൊന്നുമല്ല, പിന്നെ ഒരു അവസരം കൂടി ദൈവം നിനക്ക് തന്നതാ. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. ആമേൻ, ആമേൻ, ആമേൻ. ദൂത് മനസ്സിലായെങ്കിൽ ഒരു സ്വത്രം പറ. കഴിഞ്ഞ പ്രാവശ്യം ലാബാൻ നിനക്കെതിരെ വാടകോരിയപ്പോൾ, ലാബാൻ നിന്നെ തിരിച്ചു പിടിക്കാൻ, ലാബാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നപ്പോൾ അതിന്റെ നടുവിൽ ദൈവം കരുതിയില്ലേ, ദൈവം സൂക്ഷിച്ചില്ലേ? പേര് വെളിപ്പെടുത്താതിരുന്നിട്ടും നന്മ കിട്ടിയില്ലേ? യഥാർത്ഥ പേര് വെളിപ്പെടാഞ്ഞിട്ടും സൂക്ഷിപ്പ് കിട്ടി. വരയും പുള്ളിയുമുള്ള സ്വതന്ത്രം പറ. ആടിനെ കിട്ടി. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. ഈ ആദ്യമൊക്കെ അൽക്കാട്ടല്, ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന ഫോൺ അൽക്കാട്ടല്ലായിരുന്നു. പിന്നെ നോക്കിയ വന്നു. നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണും അല്ലേ? അൽക്കാട്ടല്, നോക്കിയ. ഒരു സിമ്മ് തന്നെ ഇട്ടാൽ കുത്തിക്കയറ്റണമായിരുന്നു. ഭയങ്കര പാടായിരുന്നു ഒരെണ്ണം തന്നെ കയറാൻ. കുറേ കഴിഞ്ഞപ്പോൾ ചൈനക്കാർ ശബരിയക്കാരിയുടെ ഭർത്താക്കന്മാരെ പോലെയായി. 5 സിമ്മൊക്കെ ഇടും. ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ലെന്ന് പറഞ്ഞാൽ 5 സിമ്മൊക്കെ ഒരു മൊബൈലിൽ ഏത് കാലത്ത് വിളിക്കണം എന്നറിയത്തില്ല. 5 സിമ്മൊക്കെ ഒരുമിച്ച് കയറ്റിയിടാം. അതിനകത്തൊരു രസം എന്നാണെന്നറിയോ? വിളിച്ചാൽ തന്നെ അതിനകത്ത് വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ. സ്വതന്ത്രം. പിന്നെ ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബസ് വരുന്ന പോലെയാണ് കോള് വരുമ്പോൾ. എപ്പോഴെന്നൊക്കെ ലൈറ്റ് കത്തുമെന്ന് ഒരു പിടിപാടും ഉണ്ടാകത്തില്ല. ഒരു വീട്ടിൽ അത് ഒരെണ്ണം ഉണ്ടെങ്കിൽ 4 അയൽവക്കത്ത് വരെ ഈ സൗണ്ട് കേൾക്കും. ചൈന ഇഷ്ടംപോലെ സിം കാർഡ് അതിനകത്ത് ഇടാം. ഈ ദൈവമക്കൾ ഇങ്ങനെയായിപ്പോൾ ഞായറാഴ്ച വരെ പെന്തക്കോസ്തിന്റെ സിം കയറ്റിയിടും. തിങ്കളാഴ്ച ആരെങ്കിലും ഒന്ന് പറയുന്നേ, ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. തിങ്കളാഴ്ച ഒരാള് തുറക്കത്തില്ല. തിങ്കളാഴ്ച വേറൊരു സിം ഇടും, ബുധനാഴ്ച വേറൊരു സിം ഇടും. അങ്ങനെ കുറേ സിമ്മ് മാറ്റി വെച്ചേക്കുക. ഞാൻ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. ഞാൻ വണ്ടി നിർത്തി. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഇയാളെ കണ്ടിട്ട് അതൊന്ന് പറയും. ഇവിടെ വന്ന് ഈ പാകാണുമ്പോൾ തുള്ളുന്ന തങ്കയായിട്ടിരിക്കുകയല്ലേ, പക്ഷെ അവിടെ ചെന്നപ്പോൾ തങ്കമണിയായിട്ടാണ് ഞാൻ കണ്ടേ. ആള് മാറിപ്പോയി. എൻ്റെ പൊന്നേ, ഞാൻ ഈ ആഭരണത്തിനൊന്നും എതിരല്ല, എന്നാലും ഉണ്ടല്ലോ
അവിടെ കുത്തിയിരിക്കുന്നു, ഇവിടെ കുത്തിയിരിക്കുന്നു, അവിടെ തുളച്ചിട്ടിരിക്കുന്നു, അവിടെ ഇട്ടിരിക്കുന്നു, ഇവിടെ ഇട്ടിരിക്കുന്നു, ഇട്ടതിൻ്റെ പുറത്ത് ഒന്നുകൂടി ഇട്ടിരിക്കുന്നു, ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്, ഇവിടെ കുത്ത്, 3 എണ്ണം. അവസാനം എന്നെ കാണുമെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ? കാണാതിരിക്കാൻ ഞാൻ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി. അവർക്ക് ഉളിപ്പില്ലേലും നമുക്കൊരു ഉളിപ്പില്ലേ? ഒരു സ്വത്രം എന്ന് പറ. അവർക്ക് ഇതില്ലെങ്കിലുമേ നമ്മളിവിടെ ഈ ദിവസം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇവിടെ വരുമ്പോഴോ ഒന്നുമില്ലാതെ കയറി വരുന്നത്. അതിനെപ്പോലെ വിശുദ്ധിയും വേർപാടുമുള്ള ഒരു ആൻറ്റി ഈ ലോകത്തില്ല. പക്ഷേ ഞായറാഴ്ച കഴിയുമ്പോൾ ആ സിമ്മ് മാറ്റും, എന്നിട്ട് മറ്റേ സിം എടുത്തിടും. ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പറയുക, ആമേൻ, നിങ്ങൾക്കിതിനൊന്നും ഒരു കുഴപ്പമില്ല. എങ്ങനെ വേണേലും എന്ത് ചെയ്യാം, പറ, ജീവിക്കാം. പക്ഷേ എനിക്കൊരൊറ്റ നിർബന്ധമുണ്ട്, നിങ്ങളിവിടെ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ പുറത്തു. ഈ 2 മുഖം ഒരു ദൈവ പൈതലിന് പാടില്ല. 2 ആറ്റിറ്റ്യൂഡ് ഒരു ദൈവ പൈതലിന് പാടില്ല. 2 കാഴ്ചപ്പാടുകൾ ഒരു ദൈവ പൈതലിന് പാടില്ല. ഒരു സ്വത്രം പറഞ്ഞേ, ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാൻ വൈപ്പിങ്കരെ നിൽക്കുക, വൈപ്പിൽ ജങ്കാറ് കയറാൻ നിൽക്കുക. അപ്പോൾ ഒരു വിശ്വാസിയുടെ മോൻ അവന് അവിടെ വന്നിട്ട് ജങ്കാറിന് കയറാനായിട്ട് നിന്ന്, ഞാൻ ഈ ആളും പേരൊന്നും പറയുന്നില്ല, അവൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അപ്പം കൊണ്ടുവന്ന് അവന് ബൈക്കിന് കൊണ്ടുവന്ന് ജങ്കാറ് കെട്ടിയിലാക്കി. ഞാനപ്പോൾ കാറിനകത്തിരിക്കുക. അപ്പം അങ്ങ് പോയി ആ വളവ് തിരിഞ്ഞപ്പോൾ ഇവൻ്റെ ബാഗ് അങ്ങ് തുറന്നിട്ട് പിന്നൊരു അവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അതൊന്നും വലിയ മടിയൊന്നുമില്ല, ഒരു ബൈക്ക് അവിടെ, ബൈക്കിൻ്റെ ഗ്ലാസ്സിൽ നോക്കി ഇവൻ പരിപാടി അങ്ങ് ആരംഭിച്ചു. ആദ്യം ബാഗ് തുറന്ന് കുറച്ച് ജെല്ലെടുത്തു. വന്നതാ ആ ഇൻസൈഡ് ചെയ്ത ഒരു ഭാഗം അകത്തിട്ടിട്ട് ഒരു ഭാഗം പുറത്തിട്ട് കടലിൽ നിന്ന് കയറി വന്ന ഘോരമൃഗത്തെ പോലെയായി. ഈ പ്രിയ പാവം അപ്പച്ചൻ അവിടെ പോയി പറഞ്ഞു കാണും, എൻ്റെ മോൻ സൽസ്വഭാവി, ദുർഗുണൻ, പവിത്രൻ, നിർമ്മലൻ, ദോഷം വിട്ട് അകലുന്നവൻ. ഈ പുള്ളി കാണുന്നുണ്ടോ ഈ കയറ്റി വെച്ചതും ഈ പരിപാടി ചെയ്തതും? ഒരു ഹല്ലേലൂയ ഒന്ന് പറയാവോ? കർത്താവിന് സ്തോത്രം ചെയ്തേ. സോറി, ഒരു ഹല്ലേലൂയ പറയാമോ എന്ന് പറയരുതെന്ന് എന്നോട് പറഞ്ഞേക്കണേ. എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പോൾ കുറേ ആയി, ഇപ്പോൾ ഈ ഒരു ഹല്ലേലൂയ പറയാമോ, ഇനി മേലെ പറയരുത്. സോറി, ഇപ്പോൾ 2 എണ്ണം പറഞ്ഞു. നല്ല ഭാര്യമാരുണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെടാം. സ്തോത്രം. എന്നോട് കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇപ്പോൾ കുറേ ആയിട്ട് ഈ ഒരു ഹല്ലേലൂയ പറയാമോ, ഒരു ഹല്ലേലൂയ. പൊന്നേ, ലോകത്ത് എവിടെ വേണേലും പോയി പ്രസംഗിക്കാം, ഭാര്യമാരോടും പോയി പ്രസംഗിക്കാനും പാടും. അത് വിട്ടു, ഇനി മേലെ ഞാൻ പറയത്തില്ല. സ്തോത്രം. അപ്പോ ഇത്രയും അനുഗ്രഹം എല്ലാം കിട്ടിയിട്ടും പുള്ളി പേര് വെളിപ്പെടുത്തിയോ? പേര് ആവശ്യമുണ്ടായിരുന്നോ? ഈ നന്മ കൊടുക്കാൻ പേര് ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഈ ലോകത്തിലെ വണ്ടിയും കാറും വീടും നന്മകളും എല്ലാം നമ്മൾ പേര് വെളിപ്പെടുത്തിയില്ലേലും നമുക്ക് കിട്ടും. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലണമെങ്കിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി ജീവിച്ചെങ്കിൽ മാത്രമേ ആമേൻ നമുക്ക് അക്കരെ പോകാൻ പറ്റൂ. നല്ലൊരു സ്തോത്രം പറയാൻ പറ്റും. ആമേൻ, ആമേൻ, ആമേൻ. നല്ലപോലെ സ്തോത്രം ചെയ്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അക്കരെ നാട്ടിപ്പോണമെങ്കിൽ ആമേൻ നമ്മൾ ആരെന്ന് വെളിപ്പെടുത്തുക. അടുത്തത് 1, അനുഗ്രഹം അനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചു. 2, ആമേൻ, നമ്മുടെ പ്രാണന്റെ വിടുതൽ ദൈവം നമുക്ക് തന്നു. 3 സങ്കീർത്തനം 29:11 വാക്യം വേഗം വായിച്ചോ. സങ്കീർത്തനം 29:11. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തിന് എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ രക്ഷ അനുഭവിച്ച ദൈവമക്കളോട് അടുത്ത ദൂത പറയുന്ന ദൈവം നിങ്ങൾക്ക് ശക്തി നൽകും.
നിങ്ങൾ രോഗിയാണോ, ദൈവം നിങ്ങൾക്ക് ശക്തി നൽകും. നിങ്ങൾ ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവരാണോ, ദൈവം നിങ്ങൾക്ക് ശക്തി തരും. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിൽ ഞാൻ ആഴമായി പറയുന്നു, നിങ്ങൾ ബലഹീനരാണോ, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നവരാണോ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, രക്ഷ അനുഭവിച്ച ദൈവ പൈതലേ, ആ രോഗത്തിനകത്തുനിന്ന് ദൈവം നിനക്കൊരു നന്മയും ഒരു ശക്തിയും ദൈവം തരും. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 26, 25, 26 വാക്യം. സംഖ്യാപുസ്തകം ഒന്നിട്ടേ മോനെ. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 25. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാവട്ടെ. അടുത്തത്, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. ആമൻ. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആമൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നന്മ അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യും. 2, പ്രാണന്റെ വിടുതൽ ദൈവം തരും. 3, ശാരീരികമായ രോഗത്തിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് ശക്തി തരും. ആമൻ. 4, ദൈവം നിങ്ങളെ സൂക്ഷിച്ച് ആമൻ ശത്രുവിന്റെ മേൽ ഒരു ജയം ദൈവം നിനക്ക് തരും. വിശ്വസിക്കുന്നവരാമൻ പറ. ഇന്നലെ വരെ നിങ്ങൾക്കെതിരെ നിന്ന ശത്രു മുമ്പിൽ തിരുമുഖം പ്രകാശിപ്പിച്ച് ദൈവം നിങ്ങളെ സൂക്ഷിച്ച് ദൈവം നിങ്ങളെ നടത്തുന്ന ഒരു സർവശക്തനായ ദൈവം ഈ പകൽ ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവം തിരുമുഖം പ്രകാശിപ്പിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. അതിന്റെ യഥാർത്ഥ വാക്യം ഇങ്ങനെയാണ്, അവൻ തിരുമുഖം പ്രകാശിപ്പിച്ച് അവൻ നിങ്ങളെ സൂക്ഷിക്കും. വിശ്വാസമുണ്ടോ? നമ്മുടെ തലമുറകളെ ദൈവം സൂക്ഷിക്കുക, നമ്മുടെ ഭാര്യമാരെ ദൈവം സൂക്ഷിക്കുക, നമ്മുടെ സഭയെ ദൈവം സൂക്ഷിക്കുക. ഒരു കേടും വരാതെ, ഒരേനക്കേടും വരാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ദൈവമക്കളെ, ആമൻ. അടുത്ത വാക്ക് ഞാൻ ഓടിച്ചു പറയാം. 5-ാമത്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആമൻ ഒരു വിശാലത ദൈവം നിങ്ങൾക്ക് തരും. ആമേൻ പറയാൻ പറ്റുമോ? ഒരു വിശാലത ദൈവം നിങ്ങൾക്ക് തരും. ആമേൻ. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കണമെന്നില്ല. യബ്ബേസ് പറയുന്നു, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ച് ആമൻ നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എന്റെ ആ തിരികളെ ദൈവം എന്ത് ചെയ്യണം? വിസ്താരമാക്കണം. വിശ്വാസത്തോടെ പറ, എന്റെ ആ തിരികൾ ദൈവം വിസ്താരമാക്കും. എന്റെ യാത്രികൾ ദൈവം വിസ്താരമാക്കുക. ഉറക്കെ പറ, ഉറക്കെ പറ. എന്റെ യാത്രികൾ രക്ഷിക്കപ്പെട്ട രക്ഷയുടെ ദൂത് അനുഭവിച്ച ദൈവമക്കൾ തിരിച്ചറിയണം. ദൈവം എന്ത് ചെയ്യും? എന്റെ യാത്രികൾ ദൈവം വിശാലമാക്കുക. ഈ 14-ാമത്തെ ദിവസം ചില യാത്രികൾ ദൈവം വിശാലമാക്കുക. നിന്റെ കുടുംബത്തിന്റെ അതിര്, സഭയുടെ അതിര്, ദേശത്തിന്റെ അതിര്, നന്മയുടെ അതിര്, ബിസിനസിന്റെ അതിര് ദൈവം വിശാലമാക്കും. ദൈവം വിശാലമാക്കും. ദൈവം വിശാലമാക്കും. ലൂക്കോസിന്റെ സുവിശേഷം 24:50 ശിഷ്യന്മാരെ ബഥാന്യയെ കൊണ്ടുപോയി യേശു കരമുയർത്തി അവരെ അനുഗ്രഹിച്ചു. ശിഷ്യന്മാരെ യേശു കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. വാക്യം കിട്ടിയോ? ആമേൻ. ലൂക്കോസ് 24:50 വാക്യമാ. നോക്കിക്കേ. അനന്തരം അവർ അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഈ പകൽ ഒരു കരം കാണാൻ കഴിയുന്നുണ്ടോ? യേശുവിന്റെ കരം. ആ കരം നിങ്ങൾക്ക് മീതെ ഉയർന്നിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ അനുഗ്രഹിപ്പാൻ, രക്ഷയുടെ ദൂത് പ്രാപിച്ച ദൈവജനത്തെ അനുഗ്രഹിപ്പാൻ ആ കരം ഉയർന്നിരിക്കുന്നു. ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആമേൻ. രക്ഷ അനുഭവിച്ച ദൈവമക്കൾക്ക് ഒരധികാരം ദൈവം തരും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.